ഷാമുവിന്റെ അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പുഴക്കരക്കാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനെ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ വരുത്തുണ്ടേന്. അപ്പോൾ അവൻ വന്നിട്ട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടേനു, അമ്മ ഒരുപാട് പേര് ചൂണ്ടയിടുന്നുണ്ട്, കുറേ കരിമീനെല്ലാം കിട്ടുന്നുണ്ട്, നമുക്ക് ഒരു ദിവസം പോവാം. ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. പിന്നെ എനിക്ക് ദിവസം ഇത് തന്നെയായിരുന്നു സ്വരിക്കേട്. എപ്പോൾ അമ്മ ചൂണ്ടയിടാൻ പോവാം, നമുക്ക് ഇന്ന് ലീവാണോ, നമുക്ക് ഇന്ന് പോയാലോ, അല്ല നാളെ മോർണിംഗ് ഡ്യൂട്ടി അങ്ങനെ നമുക്ക് വൈകുന്നേരം പോവാം. അപ്പോൾ സ്വൈര്യം എന്ന് പറഞ്ഞുണ്ടായിട്ടേനു. അപ്പോൾ ലീവുള്ള ദിവസം ഒരു ദിവസം എൻ്റെ എന്നോട് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ന് ചൂണ്ടയിടാൻ പോവാടി, കുറേ ദിവസമായില്ലേ ചൂണ്ടയെല്ലാം ആക്കി വെച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ച്. എനിക്ക് പിന്നെ ഞാൻ ഇപ്പോഴേ തുറന്നു പറയാം, എനിക്ക് ചൂണ്ടയിട്ടിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പുഴയിൽ പോയിട്ട് ചെമ്മീൻ തപ്പലുണ്ട്, കൂർക്ക വരലുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇവൻ്റെ പ്രായത്തിലെല്ലാം ചൂണ്ടയിടാൻ പോക്കുണ്ട്, പക്ഷെ കിട്ടിയിട്ടുണ്ടോയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇത് പൊന്തിട്ടേ ഉള്ളൂ. അവിടെ കയറ്റി ഇരിക്കാൻ പാടില്ല, പാടില്ല. കൊത്തുന്നുണ്ടാ? അന്നേരം നമുക്ക് കുളത്തി വലിക്കാൻ കഴിയുമോ? രണ്ടും വലിക്കണം. കറി വെക്കാൻ വേണ്ടി വാങ്ങിയ പൊടിച്ച ചെമ്മീനാണേ നമ്മൾ ഇരയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല മണ്ണിരനെക്കാട്ടിയും നല്ലത് ഈ ചെമ്മീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വേഗം പെട്ടെന്ന് തന്നെ മീൻ കൊത്തും. അത് കഷ്ണം പൊട്ടിച്ചെടുത്തൂടെ, അതിന് വെറുതെ കളയും. ഗായ്സ്, അപ്പം നമ്മുടെ ആദ്യത്തെ മീൻ ശ്രീകുട്ടനെ കരസ്ഥമാക്കിയിരിക്കുകയാണ്. വളരെ ചെറുതാണ് ഗൈസ്, തുള്ളി പോയി. കണ്ണിനുള്ളിൽ നീ കൺമണി. അതാ കാതിനുള്ളിൽ നീ തേൻ. കൊണ്ടുപോയിടുമ്പം തന്നെ ആരാ പറഞ്ഞേ? കൊണ്ടുപോകാൻ വെള്ളത്തിൽ മുങ്ങിയാ വീണ് പോയതാ? അല്ല, മീനെന്നെ. നിങ്ങൾ കണ്ടില്ല മീനാ? എന്നാ പിന്നെ ഇവിടെ തന്നെ ഇട്ടാ മതി, അധികം ദൂരോട്ടേക്ക് ഇടണ്ട. ദൂരോട്ടേക്ക് ഇടണ്ട, അതോ ഒന്നിലില്ല, ഒന്നിടപ്പാ. ഇതാ സഞ്ചിയില്ലേ, സഞ്ചിയിലിട്. ഇത് ചൂണ്ട നമ്മൾ പിടിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ കുടുങ്ങിപ്പോയിനായിരുന്നു 2 ചൂണ്ട. അതാണ് എൻ്റെ 2 ചൂണ്ടയും കൂടെ ഒരുമിച്ച് പിടിക്കുന്നത് കേട്ടാ. ഇതാണ് നമ്മുടെ പുലൂപ്പി പാലം. നല്ല എന്നാ പറയണ്ടേ, പ്രകൃതി രമണീയമായ നമ്മുടെ പുലൂപ്പിയാണിത്, പുലൂപ്പിക്കടവ്. അപ്പോൾ ഇവിടെയാണ് ശ്രീകുട്ട കളിക്കാൻ വരുത്ത്. വെള്ളം കയറിയത് കാരണം കളിക്കാൻ പറ്റുന്നില്ല. ഇടുന്നല്ല പാമ്പല്ലേ, അതാ കൊണ്ടുപോയി. എനിക്ക് കിട്ടൂലല്ലോ, പോയില്ല. ആകെയുള്ള ചൂണ്ടിയും പോയില്ലേ, സമാധാനം. ഒരു സങ്കട വാർത്ത അറിയാനാണ്. അയ്യോ, അസല് പാമ്പിനെ പോലെ തന്നെ ഉണ്ടല്ലേ ഇത്. പൊട്ടിയല്ലേ? കുളത്ത് വേറെ കെട്ടിക്കോ. ഷാമുവിന്റെ അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ. ശ്രീകുട്ടാ, എനിക്ക് കിട്ടി. പിടിക്കേണ്ടി. വാവ് വാവ്, എടുക്ക്. പടക്കുന്നുണ്ട്. എടുത്തു 2 അതിൻ്റെ ഒന്ന് ചെറുതാണ്, അതുകൊണ്ട് കാണാം. കയ്യിലുണ്ട്. ഇവിടെ കുറേ പിള്ളേർ പുഴയിൽ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ ഭാഗത്തുനിന്ന് കുറേ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അവരുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. ചെറിയ ചെമ്മീന് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷെ കാണുമോയെന്ന് അറിയില്ല. ഇല്ല, കാണോ
ചെറിയ ചെറിയത് കണ്ട, അതൊക്കെ ചെമ്മീനാണ്. ചെറുതാണ്, വളരെ ചെറിയ ചെമ്മീനാണ്. അപ്പോൾ ഗൈസ് ഞാനൊന്ന് ഇട്ടോക്കട്ടെ, എനിക്ക് തീരെ ക്ഷമയില്ല. എന്തായാലും നല്ല ക്ഷമയുള്ള പണിയാണിത്. ഒന്ന് ഇട്ടോക്കാം. ഇത് രണ്ടാമത്തെ, എൻ്റെ രണ്ടാമത്തെ. ഇത് നേരത്തെ പിടിച്ചത്ര കാണൂല അല്ലേ ശിവത? ആരാ പറഞ്ഞ? ആ പിന്നെ ഇപ്പൊ ഇതെല്ലാം ചൂണ്ടിയിട്ടാ. ആ ചൂണ്ട വെക്കുമ്പോൾ പിന്നെ മൂസുവിനെ കിട്ടും, പിന്നെ കഴിച്ചലിനെ കിട്ടും, ഏട്ടച്ചുള്ളിനെ കിട്ടും. അത് നമ്മൾ കൊണ്ടുവന്ന പാട് അത് മുറിച്ച് കറി വെച്ച്. അയ്യോ ഇല്ല, മുറിച്ച് കറി വെച്ച് നമ്മൾ കുഞ്ഞു അപ്പം അത്രക്കും വലുതെല്ലാം കിട്ടും. ആ ഉണ്ട്, അതിൻ്റെ തെരി ഉണ്ടായിനാ. നമ്മൾ പണ്ടേ ചൂണ്ട വെക്കലുണ്ട്. ഇപ്പം കുറച്ച് കാലം കൊണ്ട് വെക്കാതെ. പക്ഷെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നിങ്ങള് ചൂണ്ടിന്ന് വെക്കുന്നത്. നീല്ലല്ലോ അന്നേരം. ഞാൻ വന്നിട്ട് 10-32 കൊല്ലം കഴിഞ്ഞില്ലേ. ഇക്കൊല്ലത്തിടയ്ക്കാൻ പണിക്ക് പോയി നിങ്ങളെല്ലാം പോറ്റാണ്ട് ബാറാണ്. എന്താണ് ചൂണ്ട വെക്കല? അങ്ങനെ പണിക്കെന്തിനാ പണിയൊന്നും പോകാൻ സമയം ചൂണ്ട വെക്കല. മീൻ അനങ്ങുന്നുണ്ടല്ലേ വലിയ. കണ്ട മുങ്ങി, പക്ഷെ വലിക്കുമ്പോ ഉണ്ടാവില്ല. കണ്ട അല്ല വേറെ ഇത് വേറെ എന്തോ ഇതാണ് വരുന്നത്. ഇതല്ലേ അല്ല ചെറുതല്ലേ ഇതാവും. അപ്പൊ ഗൈസ് നമുക്ക് ആകെ 3 മീനേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് പറ, ആ ചൂണ്ട കുടുങ്ങി പോയിട്ടോ. 3 മീനേ കിട്ടിയിട്ടുള്ളൂ. ചൂണ്ട കുടുങ്ങി പോവുകയും ചെയ്ത്, കിട്ടിയത് 2 ഇളകിയിട്ടും പോയി. പിന്നെ പിന്നെ ഒന്നിനാ ഒരു മലിഞ്ഞീനും ഒരു മീനും അല്ല, ഒരു പാമ്പിനെ പോലത്തെ ആ മീനില്ലേ, അതാ കിട്ടിയത്. അപ്പൊ അത് പിന്നെ നമ്മൾ പിടിച്ചു കഴിഞ്ഞപ്പോ ഒരു മടേന്റെ ഉള്ളിലോട്ടേക്ക് കേറിപ്പോയി. അങ്ങനെ തന്നെ അത് പിന്നെ വരുന്നില്ല, ഭയങ്കര ടൈറ്റായി. ഇവൻ പൊട്ടിച്ചെടുക്കുക ചെയ്തേ, പിന്നെ ആ കുളത്ത് അങ്ങനെ തന്നെ പൊട്ടിപ്പോയി. പിന്നെ ഏറ്റവും കൂടുതൽ 2 മീനെ എൻ്റെ കിട്ടിയത്. ഇപ്പം കറി വെക്കാനൊന്നുമില്ല. ലെക്ക, അതെ, ചൂണ്ടിയിടലുള്ള ഒരു ലെക്ക തന്നെയാണല്ലേ ശരിക്കും പറഞ്ഞാൽ. അനക്കൊന്നും ഇതുവരെ ചൂണ്ടിയിട്ടിട്ട് ഇപ്പം ഈ അടുത്ത കാലത്തൊന്നും കിട്ടിയില്ല. പണ്ട് ചെറുപ്പത്തിലെല്ലാം പോയിനേനും. അന്നേരം പൂട്ടാച്ചി കിട്ടലുണ്ട്. പൂട്ടാച്ചി എന്ന് പറഞ്ഞാല് വാളാഞ്ചി എന്നാടാ, ഇരുമീന്റെ കുട്ടിയല്ലോ, പള്ളത്തി. സോറി കേട്ടാ, പള്ളത്തിയാണേ നമ്മുടെ നാട്ടില്. പിന്നെ എന്താ പറയാ, എന്നാണ് പൂട്ടാച്ചി എന്നാ പറയാ നമ്മുടെ നാട്ടില്. അപ്പൊ ഇവിടെല്ലാം പിള്ളേര് ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ്. അപ്പൊ വെള്ളം കേറിയിട്ടുണ്ട്. അവിടുന്ന് ആടിയും കളിക്കണ്ടാടാ, ഇപ്പൊ പാമ്പെല്ലാം സമയല്ലേ. പുല്ലിലൊന്ന് പാമ്പ് എടുക്കുന്നു. എന്താ രസല്ലേ കാണാൻ. രാജാവിന്റെ വീട്ടിൽ പാമ്പ് കയറി. എന്ത് പാമ്പാ? ഇവിടെ അധികം ഒരു ചേര ഉണ്ടായില്ലടാ. നിലത്ത് നോക്കി നടക്കേ. അങ്ങോട്ട് ഇവിടെയെല്ലാം അട്ടയും ഉണ്ടാവും. ഈ വെള്ളത്തിലെല്ലാം അട്ടയുണ്ടാവും. നമ്മളന്നേരം പിന്നെ വിറകിന് വന്ന സമയത്ത് എൻ്റെ എല്ലാം കാക്ക് കട്ട അടിച്ചു. നല്ല അട്ടയായിരിക്കും. ഉപ്പ് വെള്ളമല്ലല്ലോ, അതുകൊണ്ട് സമയം 6 മണിയല്ല, 7 മണിയായി. 7 മണീൻ്റെ വെളിച്ചാണ് ഈ കാണുന്നത് കേട്ടാ. വിശ്വസിക്കാൻ പറ്റുന്നില്ല, 7 മണിയായി. നമ്മുടെ ചന്ദ്രനൊക്കെ വന്നു തുടങ്ങി ആകാശത്ത്. കാണുന്നുണ്ടോ അറിയില്ല. അപ്പോൾ ബായ് ബൈ. ശിവു.